നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലെ ന്യൂ ജൽപഗുരിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ. ഇപ്പോൾ ആളുകളുടെ രൂപത്തിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതായത് ഫേസ് കട്ടിലൊക്കെ ഒരു ആസാമീസ് ടച്ച്, ഒരു നോർത്ത് ഈസ്റ്റ് ടച്ചൊക്കെ ആളുകളുടെ ഇതിൽ വന്നു തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു എപ്പിസോഡിന് മുന്നേ നിങ്ങൾ 2 വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഡൽഹിയിൽ നിന്ന് തുടങ്ങി, ഡൽഹിയിൽ നിന്ന് ബീഹാർ വന്ന് പിന്നെ നേരെ നമ്മളിങ്ങനെ വെസ്റ്റ് ബംഗാളിലൂടെ ഇങ്ങനെ പോകാൻ നിൽക്കുകയാണ്. ഓക്കെ, കുറേ ആർമിക്കാരൊക്കെയാണ്, ഗൂർഖ റെജിമെൻ്റ്, അങ്ങനെ പല റെജിമെൻറ്റിലുള്ള ആർമിക്കാരും ഉണ്ട്. കുറേ ആളുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇതൊക്കെയാണ് ലൈഫ് എന്നുള്ളത്. നോക്കി എത്ര വയസ്സായി ഇപ്പോഴും ആ ഒരു കൈ പിടിച്ചുകൊണ്ട് നിന്നുള്ള അല്ലേ, വളരെ അപൂർവം. അത് അത്തരത്തിലുള്ള കാഴ്ചകൾ കുറേ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കാണാറുണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള കുറേ വയസ്സന്മാർ നല്ല രസമായിട്ട് ഇപ്പോഴും ആ ഒരു പ്രണയം കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ നാട്ടിലുണ്ടാവും. പക്ഷെ കാലങ്ങൾക്ക് ശേഷം ചിലപ്പോൾ അങ്ങനത്തെ കാഴ്ചകൾ കണ്ടുവെന്ന് വരില്ല അല്ലേ. അപ്പോൾ തിരക്കുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ, വലിയ തിരക്കൊന്നുമില്ല. നമ്മളെ ഭായി ഇവിടെ ഉണ്ട്. ഭയ്യാ ബസ് ആള് ആർമിയാണ്. ഇവിടെ വേറൊരു ആർമിക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാ ഭായി ഉണ്ടല്ലോ, ഫുള്ള് ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളാണ്. സൗദി അറേബ്യൻ കൾച്ചറാണ് ആള്. ഫുള്ള് പെപ്സി, കൊക്കക്കോള, അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പോൾ നമ്മളിനി ഇങ്ങനെ ഒന്ന് പോവാണ്. ഓക്കെ, നമ്മളിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഭായിണ്ട് ഇവിടെ, ഭായി ഫാമിലിയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ഫോണുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം ഉറങ്ങിനും. ഓക്കെ, കുറച്ച് ഇങ്ങനെ ചായ ഇങ്ങനെ വരും വിചാരിക്കുക. ലഗേജ് ഇവിടെ മേലുണ്ട്. ഓക്കെ, ലാൻഡ്സ്കേപ്പ് ഒക്കെ ഇങ്ങനെ മാറി തുടങ്ങിയിരിക്കണം. നല്ല ഗ്രീനറി കൊണ്ട് അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ചായ എത്തി. അത്യാവശ്യം നല്ല വിശന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചായ, ബിസ്ക്കറ്റ് സംഭവങ്ങളെത്തി. ഒരു സാൻഡ്വിച്ച് ഉണ്ട്, പിന്നൊരു സോൻ പാപ്പടി, പട്ടീസ ഉണ്ട്, ക്ലാസിക് പട്ടീസ. പിന്നെ ഒരു ചെറിയ ഇതുണ്ട്, ഇത് നല്ല രസമുണ്ട് കേട്ടോ ഒന്നര. പിന്നെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, ഇതുണ്ട്, മറ്റേ എന്തേലും പറയാ മിക്സർ. കുഴങ്ങിയിട്ടുണ്ട്, കുഴക്കല്ല, ഉറക്കത്തിൻ്റെ ഇതിലാണ്. നമുക്ക് അങ്ങനെ കുറേ നല്ല രസമായിട്ടുള്ള കുറേ ഓർമ്മകൾ, കുറേ വിഷ്വൽസ് തന്നെ എടുക്കണമെങ്കിൽ നല്ല രസമായിട്ടുള്ള. ആസാമിലെത്തിക്കഴിഞ്ഞാൽ അടിപൊളി വിഷ്വൽസ് തന്നെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തോളി കേട്ടോ. ഇൻസ്റ്റാഗ്രാം അതേപോലെ നമ്മളൊന്ന് പോയി ഫോളോ ഒക്കെ ചെയ്തോളി. ഇതാണ് സാൻഡ്വിച്ച്. നമ്മൾ ഭയ്യ ദിക്കായൊക്കെ കൈസെ ഖാ സക്താ ഹൈ ऐसे. और उसके साथ वो उसका नाम क्या, हाँ ठीक है. ഇന്ത്യൻ ആർമിയാണ്. ഇപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ കഴിക്കാൻ പോലും വീട്ടിൽ പോകാൻ പെട്ടെന്ന് ഉണ്ടായിക്കോളി. 2 ബ്രെഡ് വെക്കുക, അതിൻ്റെ ഇടയിൽ കുറച്ച് ജാമ് അല്ലെങ്കിൽ കുറച്ച് മറ്റേ ചീസ് വെച്ചിട്ട് കുറച്ച് പച്ചക്കറിയുടെ ഉള്ളിൽ വെച്ചിട്ട് കഴിച്ചോളി. കഴിച്ചില്ലേക്കാ മസ്താ, പൂരാ മസ്ത്. ഞാനും പോയി മസ്താക്കട്ടെ നീ. ഓക്കെ, അപ്പം നമ്മളെപ്പോലെ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളും കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, കഴിക്കട്ടെ ഒരു ഭാഗത്തുനിന്ന് കഴിച്ചില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഫുള്ള് ഇത് കഴിച്ചു. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഫുഡ് കിട്ടി ശീലിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കണ്ട, അവിടെ വെക്കുക. ഞാൻ പോലെ വന്ന് എടുക്കും. ഓക്കെ,
എനിക്കൊരു പ്രത്യേകത ഉണ്ട്, നേരത്തിന് ഫുഡ് ഇട്ട് ശീലിച്ചാലേ. ഇപ്പോൾ വീട്ടിലായാലും നേരത്തിൽ ഫുഡ് കഴിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ഫിറ്റാവും, തടിയൊക്കെ കൂടി സെറ്റാവും. ഇപ്പോൾ കഴിഞ്ഞ് നമ്മൾ 3-ാം തീയതി വീട്ടിൽ നിന്ന് പോന്നാ 1 മാസം ആവാനായി. നമ്മൾ ഫുഡൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറല്ല. ഒന്നാമത് വിശക്കുമ്പോൾ പോയി കഴിക്കാന്നല്ലാതെ നമ്മൾ രാവിലെ എണീച്ച് ബ്രേക്ക്. അപ്പോൾ വീട്ടിലാണെങ്കിലും നമ്മളങ്ങനെ കഴിക്കൂലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കറക്റ്റ് ടൈമിൽ ഇങ്ങനെ ഫുഡ് വരുന്നുണ്ടേ. ബാക്കി സമയത്ത് ഇങ്ങനെ നൈസായിട്ട് ഫുഡ് വരിക, കിടന്നുറങ്ങുക, കിടക്കുക, ഉറങ്ങുക. ശരിക്കും നമ്മളെ ഇന്ത്യൻ റെയിൽവേയിലൊക്കെ ഇപ്പോൾ നമ്മളെല്ലാ ട്രെയിനുകളിലും നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്തിട്ട്, അതായത് ഇപ്പോൾ നോൺ വെജ് വേണ്ട ആളുകൾക്ക് ഒരു നിശ്ചിത ബോഗി, വെജിറ്റേറിയൻ വേണ്ട ആളുകൾക്ക് ഒരു ബോഗി, ഇനി ഫുഡ് വേണ്ടാത്ത ആളുകൾക്കൊരു ബോഗി. ഭക്ഷണമൊക്കെ കഴിച്ചാണ് ഇങ്ങനെ ട്രാവലൊക്കെ പോകണേ എന്തോ ഒരു രസമായിരിക്കും. അതിനുള്ള പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് മിനിമം ഇപ്പോൾ ഒരു കോഴിക്കോട് മുതലുള്ള ജേണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോഴിക്കോട് ടു ഡൽഹി ആണ്, അല്ലെങ്കിൽ ഷൊർണൂർ ടു ഡൽഹി 2500-2600 രൂപ നമ്മൾ ബേസിക് 3 സ്റ്റാർ 3rd AC കാറ്റഗറിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? എന്താ അല്ലേ? അതേപോലെ തന്നെ 2nd AC ഒക്കെ ആണെങ്കിൽ 3500 മുതൽ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള ഫെസിലിറ്റികൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇല്ലല്ലോ. എന്തായാലും കിട്ടണേ. നമുക്കൊരു പുറത്തും വിരിപ്പും ഒരു കുപ്പി വെള്ളം പോലും നമുക്ക് അതിന് മര്യാദ കിട്ടുന്നില്ല. അതൊക്കെ നല്ല രീതിയിൽ ഗവൺമെൻറ്റുകളൊക്കെ അതിനെക്കുറിച്ച് സെറ്റാക്കുകയാണെങ്കിൽ എന്തോ ഒരു രസമായിരിക്കും യാത്രകൾ. പിന്നെ സമയത്തോളം ഞാൻ ഇതിൽ വല്ല പാസ്സുണ്ട്, 1 മാസം 2 മാസത്തെ പാസ് നമ്മൾ വാങ്ങിയിടും, കംപ്ലീറ്റ് ഇതിൽ ട്രാവൽ. ഒരു വാൻ ലൈഫ് അല്ലെങ്കിൽ ഒരു വൈബായിരിക്കും, അങ്ങനെ പോകാൻ പറ്റും. അപ്പം നമ്മളൊക്കെ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അല്ലേ, നല്ല രസമായിരിക്കും അങ്ങനത്തെ വൈബുകൾ. അപ്പോൾ നമ്മൾ ബാക്കി കാഴ്ചകളും കാണാം. അപ്പം നമ്മൾ വെസ്റ്റ് ബംഗാളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. സമയം ഏകദേശം 6 മണിയായി. ആ സീറ്റിൽ പുതിയ ആൾക്കാർ വന്നു. നമ്മളിപ്പോൾ അവിടെ തന്നെ ഉണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ എത്തിയ സ്റ്റേഷൻ്റെ പേര് എന്താണ്, രംഗിയ ജംഗ്ഷനിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രംഗിയ ജംഗ്ഷനിലെത്തി. നമ്മളെ ബയ്യുണ്ട് ശരിക്കണേ ആയിപ്പോലോ. അതുപോലെ നല്ല രസമായിട്ടുള്ള ഒരു ആംബിയൻസ് ഉണ്ട്, നല്ല റെഡിഷ് ലൈറ്റ്. 6:57 നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ആണോ. അതായത് ആളുകളുടെയൊക്കെ രൂപങ്ങളൊക്കെ മാറി തുടങ്ങി. നമ്മളെ വണ്ടി ഓൺ അടിക്കുന്നുണ്ട്. നമ്മളെ വണ്ടിയില്ല, അപ്പുറത്തെ വണ്ടി പാസഞ്ചർ വണ്ടിയാണ് ഓൺ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒരേപോലെ തന്നെയാണ്. ഞാൻ ഈ ക്യാമറ കുറച്ച് നല്ല രസമായിട്ട് ഇങ്ങനെ പിടിച്ചാലോ, അപ്പോൾ നിങ്ങൾക്ക് നല്ല രസമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇത് രംഗിയ ജംഗ്ഷനിലെ മനോഹരമായ കാഴ്ചകളാണ്. അവിടെ ജനറൽ കമ്പാർട്ട്മെൻറ്റ്, ജനറൽ അല്ല, പാസഞ്ചർ ട്രെയിനാണ്. ആളുകളുടെ രൂപത്തിലാണ് ഈ ചെങ്ങായി ഓടി കയറണാക്കണേ. ഇങ്ങനെ ട്രെയിനിൽ കയറരുത് സുഹൃത്തുക്കളെ, ഭയങ്കര ഡേഞ്ചറാണ് ഇങ്ങനെ ട്രെയിനിൽ കയറുന്നത്. ചാടിക്കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ ഗ്യാപ്പൊക്കെ കൊഴിഞ്ഞാടി കഴിഞ്ഞാൽ കാലം അങ്ങനെ പോവും. അതാണ് ട്രെയിനിലൊക്കെ പോകുമ്പോൾ കുറേ ആളുകളെ കാലം കണ്ടില്ലേ. അപ്പോൾ ആസാമികളുടെ കുറേ രൂപസാദൃശ്യമുള്ള വെളുത്തതും തവിട്ടും നിറവുമുള്ള ആളുകളെ നമ്മൾ കണ്ടു തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നൈസായിട്ട് ഇങ്ങനെ പോകണ്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചാൽ നമ്മളങ്ങനെ പോകും. ഇവിടെ ഇപ്പോൾ എന്താ സ്പെഷ്യലുള്ളത്? സ്പെഷ്യലൊന്നുമില്ല. ബിക്കാജിൻ്റെ ചിപ്സ് ഉണ്ട്, പിന്നെ സോൻ പാപ്പടി ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രശ്നം എന്താ പറയുക, ഭയങ്കര ഷുഗർ കണ്ടൻ്റാണ്. ഞാൻ ഡയറ്റിങ് ചെയ്യാൻ വേണ്ടി പോകും. ഫുൾ ഡയറ്റിങ്, ഇത് മധുരവും അനാവശ്യ ഫുഡുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോകും. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ മിരിണ്ട ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഡേഞ്ചറാട്ടോ, ഭയങ്കര മധുരമാണ്, അത് ഒഴിവാക്കുക. പിന്നെ സമൂസ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ. ആ ട്രെയിന് പോയി, നമ്മളെ ട്രെയിൻ ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ വീണ്ടും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ഗുവാഹത്തിയിലെത്തിട്ടോ, ആസാമിലെത്തി. ശരിക്കും ആസാമിലെത്തി. നേരത്തെ എത്തിയിട്ടുണ്ട് ശരിക്ക്. ഈ കാഴ്ചകളൊക്കെ പിന്നെ എല്ലാ സ്ഥലങ്ങളും ഒരേപോലെയാണ്.
പക്ഷെ റെയിൽവേ സ്റ്റേഷനിലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കണ്ട് ആസാമികളൊന്നും കാണുന്നില്ല. പിന്നെ ആസാമികൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും മറ്റേ നോർത്ത് ഈസ്റ്റ് കട്ടിലെ ആളുകളല്ല കേട്ടോ, അല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് അവിടെ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ നമ്മളെ ടോണിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, ടോണി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടോണി നാളെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് ആസാം പോലീസാണ്. ഒരാവേശത്തിൽ നമ്മൾ വീഡിയോ എടുത്തെടുത്ത് ഇങ്ങനെ നടന്നു പോയാണ്ടേ ലാസ്റ്റ് ട്രെയിനാണ് പോകും, ലഗേജ് വരെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഗുവാഹത്തിയിൽ നമുക്ക് ഇനി ഏകദേശം ഇവിടുന്ന് കുറച്ച്, ഗുവാഹത്തിയിൽ നമ്മൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. നമ്മൾ കൂടെ പഠിച്ച പഞ്ചാബിലും രാജസ്ഥാനിലൊക്കെ പഠിച്ച ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് ഇങ്ങനെ പോവും. ഓക്കെ, ഇവിടെ സ്റ്റാളിൽ എന്തൊക്കെയുള്ളത് നോക്കാം. കാണണ്ടേ, ഒരു പോലീസ് സർക്കിളുണ്ട്. സ്റ്റാളില് സാൻഡ്വിച്ച് സംഭവങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ വന്നിട്ട് ഒരു ആസാം ലുക്കുള്ളൊരു ആൻറ്റി ഉണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നാളെ മുതൽ നമുക്ക് ആസാമിൽ ശരിക്കുള്ള വിശേഷങ്ങൾ കാണാം. അതുവരേക്കും ബൈ.